എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയായിട്ടുള്ള വേളൂക്കര പമ്പ് ഹൗസിന് സമീപം ചാലക്കുടിയാറിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വളരെ വിഷമകരമായ ദാരുണമായിട്ടൊരു സംഭവം ഈ പുതുവത്സര ദിനത്തിലുണ്ടായിരിക്കുകയാണ്. ഈ പമ്പ് ഹൗസിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തായിട്ട് മൂത്തകുന്നത്ത് രാജൻ മകൻ ശരത്ത് 34 വയസ്സ് എന്ന യുവാവ് ഇന്ന് പുലർച്ചെ മുതൽ കാണാനില്ല. ഈ യുവാവിനെ ഇവിടുത്തെ പമ്പ് ഓപ്പറേറ്റർ പുലർച്ചെ ഒരു 4 മണിക്ക് ശേഷം കണ്ടതായിട്ട് പറഞ്ഞു. അതിനെ തുടർന്ന് ഇന്ന് കാലത്ത് പോലീസും ഫയർഫോഴ്സ് സംഘവും എത്തി ഇവിടെ പരിശോധന ആരംഭിച്ചു. സ്കൂബ സംഘവും ഉണ്ടായിരുന്നു. ഈ പരിശോധനയെ തുടർന്ന് ഏകദേശം 12:15 കൂടിയിട്ട് ശരത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്നും പുഴയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പുഴയിൽ പോയി മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മരിച്ച ശരത്ത് പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അതോടൊപ്പം തന്നെ ശരത്തിൻ്റെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ശരത്തിൻ്റെ അച്ഛൻ കൂലിത്തൊഴിലാളിയാണ്. ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, രോഗബാധിതനാണ്. അമ്മയാണെങ്കിൽ ഡയാലിസിസ് പേഷ്യൻ്റാണ്. അതിനുവേണ്ടി ഒരുപാട് സാമ്പത്തിക ചെലവുകൾ വന്നിരുന്നു. മറ്റ് സാമ്പത്തിക കടബാധ്യതകളുണ്ട്. ഇതിലെല്ലാം തന്നെ ശരത്തൊരു ഡിപ്രഷനിലായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. വീട്ടിലെ ഏക ആശ്രയമാണ് ശരത്തിനൊരു സഹോദരിയുണ്ട്. സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. ശരത്ത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഒരു ഡിപ്രഷൻ ശരത്തിനെ അലട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഈ പുതുവത്സര ദിനത്തിൽ ചാലക്കുടിക്കാരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ആദരാഞ്ജലികൾ നേരുന്നു. സ്കൂബ സംഘവും ഫയർഫോഴ്സും എത്തി ഏറെ നീണ്ട തെരച്ചിലിന് ശേഷമാണ് ശരത്തിൻ്റെ ബോഡി കണ്ടെത്താനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, ഈ ചാലക്കുടിയാറിൽ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുതലയുടെയും മറ്റ് ശല്യമുള്ളതായിട്ട് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ സ്കൂബ സംഘമായാലും ഫയർഫോഴ്സ് സംഘമായിരുന്നാലും ഈ പുഴയുടെ പല ഭാഗങ്ങളിലും മുതലുള്ള സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇറങ്ങേണ്ടി വരുന്ന വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട്. ഈ പ്രദേശത്തായാലും ഫയർഫോഴ്സ് വളരെ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് സംഭവിച്ചത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെന്ന് അറിയില്ല. എന്തായിരുന്നാലും ശരത്ത് എന്ന് പറയുന്ന യുവാവ് ഈ പുതുവത്സര ദിനത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഇത് പുഴയിൽ പോയി മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദരാഞ്ജലികൾ. Rope